കുഞ്ഞിച്ചക്ക പറിക്കുമ്പോൾ അച്ഛന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇടിച്ചക്കയുടെ പുളിശ്ശേരി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അച്ഛൻ സമ്മതിച്ചു. ഇതാണ് ആശാലത ടീച്ചർ. കാസർഗോഡ് രാവണീശ്വരം സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സോഷ്യോളജി അധ്യാപികയാണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ടീച്ചർ പങ്കുവെക്കുന്ന വിശേഷങ്ങൾ കാണാനെത്തുന്നത് ആയിരക്കണക്കിന് പേരാണ്. ഇവര് പാവാന്ന് രണ്ടുപേരും. അമലുവിനെയും പറഞ്ഞു. അമലുവിനെ പിന്നെ അത്ര പറഞ്ഞിട്ടല്ലടാ, അമലുവിനെ സഹിക്കാൻ പറ്റുന്ന രീതിയിലാന്ന് പറഞ്ഞത്. പിന്നെ നല്ല എമ്പതിയല്ലുള്ള ആളാണ്. എന്നോട് ഭയങ്കര ദേഷ്യം എന്നെല്ലാം പറയുന്നുണ്ടായിട്ടില്ലേ. ജീവിത പ്രയാസങ്ങളെ ആത്മവിശ്വാസത്തോടെ ചെറുത്തു തോൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ എന്നതാണ് ടീച്ചറുടെ പക്ഷം. ആളുകളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവരും സാധാരണ ആളുകളെ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് എല്ലാം ഞങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗമാണെന്നില്ല. ആ ഒരു കാഴ്ചപ്പാട് തിരുത്തുക എന്നുള്ളതും ആത്മവിശ്വാസം നൽകുക എന്നുള്ള ലക്ഷ്യമാണ്. ഉള്ളതിൽ ഞാൻ തന്നെ സ്വയം ഇൻക്ലൂസീവായിട്ടാണ് എൻ്റെ വീട്ടിൽ കുറേ പോയിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരുടെ ഒരു അത് ഞാൻ വിചാരിക്കാതെ വന്നിട്ടുള്ള ഒരു ഫലമാണ്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ വരെ ഈ രീതിയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. പിള്ളേർ കുറേ ദിവസമായി പറയുന്നു അമ്മ ചിക്കൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ ഇപ്പോൾ ഒന്ന്. അതുകൊണ്ട് ഇന്ന് ചിക്കൻ വരട്ടാട്ടോ. കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഉപ്പ് ചേർക്കാം. കോവിഡ് കാലത്തെ വിരസത മാറ്റാൻ തുടങ്ങിയ വിനോദമെന്ന നിലയ്ക്കാണ് ആദ്യം ടീച്ചറും യൂട്യൂബ് ചാനലിനെ കണ്ടത്. എന്നാൽ പതിയെ പതിയെ കളി കാര്യമായി മാറി. ഇന്നിപ്പോൾ ആശാലത ടീച്ചറെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടരുന്നത് ലക്ഷക്കണക്കിന് പേരാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, നമുക്ക് ജീവിതം ആസ്വദിക്കാൻ, ലോകത്തെ കാണാൻ, ലോകത്തെ നമുക്കങ്ങനെ ആസ്വദിച്ച് ആ ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനൊന്നും കണ്ണിന്റെ കാഴ്ച വേണമെന്ന ആവശ്യമില്ല. അകക്കണ്ണിന്റെ ഒരു കാഴ്ച ഉണ്ടായാൽ മതി എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു അധ്യാപിക. കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടുകൂടി ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരാളായി ടീച്ചർ മാറുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ ഫാൻ ബേസ് ഉണ്ടാവുമല്ലോ ടീച്ചർക്ക്. കേരളത്തിലെ യുവതി യുവാക്കളെ സംബന്ധിച്ച് യൂട്യൂബിന്റെ പ്ലേ ബട്ടണുകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ടീച്ചറെ പോലെ കുറച്ച് മുതിർന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ച് പ്ലേ ബട്ടൺ കിട്ടുക, അത്രയും ആരാധകരെ സമൂഹ മാധ്യമങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. മാത്രമല്ല ടീച്ചർ എല്ലാവർക്കും നൽകുന്ന ഒരു പ്രചോദനം, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ മാറി നിൽക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ടീച്ചർ പല രീതിയിൽ ടീച്ചറുടെ ജീവിതം കൊണ്ട് ഒരു മാതൃക തന്നെ മുന്നോട്ടേക്ക് കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിനെല്ലാം തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് പഠിച്ചു, നല്ല മാർക്കിൽ പാസ്സായി, സ്വന്തം നാട്ടിലെ സ്കൂളിൽ, അതും താൻ പഠിച്ച സ്കൂളിൽ തന്നെ സോഷ്യോളജി അധ്യാപികയായി ഹയർ സെക്കൻഡറി ടീച്ചറായി ചേർന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ തന്നെ ഒരു കോവിഡ് കാല കുസൃതിയിൽ നിന്ന് പിന്നീട് അതൊരു സീരിയസ് കണ്ടന്റുകൾ വരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. പിന്നീട് അത് ഏറെ വൈറലായി മാറി. യൂട്യൂബ് പോലും ടീച്ചർ അംഗീകരിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ അതുപോലുള്ള കണ്ടന്റുകൾ ഇപ്പോൾ തികച്ചും രസകരമായിട്ടുള്ള, ഇപ്പോൾ നമ്മളോടൊക്കെ തന്നെ ടീച്ചർ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഞാനൊക്കെ എപ്പോഴോ കണ്ടു മറന്നിട്ടുണ്ട് ടീച്ചർ ചെയ്ത വീട്ടിൽ വിഭവങ്ങളൊക്കെ തന്നെ, പാചകം ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ പങ്കുവെക്കപ്പെട്ട് അങ്ങനെ പടർന്നു കയറി പോകുന്ന പല വീഡിയോസ് ഉണ്ട്. നല്ല നാടൻ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീട്ടിൽ മുഴുവൻ അധ്യാപകരും രുചികളൊക്കെയായി ടീച്ചറുടെ സോഷ്യൽ മീഡിയ ജീവിതം അങ്ങനെ ഒരു വഴിക്ക് പോകുന്നു, അധ്യാപന ജീവിതം മറ്റൊരു വഴിക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രചോദനമായി ടീച്ചർ അങ്ങനെ ജീവിതത്തിൽ കുതിക്കുകയാണ്.